നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഉരുൾപൊട്ടലുണ്ടാകുന്നു. കുറേ ജീവനുകൾ നഷ്ടപ്പെടുന്നു, ജീവിതങ്ങൾ ഇല്ലാതാകുന്നു. ഒരു ജീവിതകാലത്തെ അധ്വാനങ്ങൾ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കാണാതാകുന്നു. എല്ലാ വർഷവും നമ്മൾ ഉരുൾപൊട്ടലിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നമ്മുടെ വർത്തമാനങ്ങൾ മുഴുവൻ ദുരിതാശ്വാസത്തിലും പാക്കേജുകളിലും നഷ്ടപരിഹാരത്തിലും ഒതുങ്ങുകയല്ലേ? നമ്മൾ കാര്യത്തെക്കുറിച്ചും കാരണങ്ങളെക്കുറിച്ചും ആലോചിക്കാറുണ്ടോ? ഉരുൾപൊട്ടൽ ഒരു പ്രകൃതി ദുരന്തമാണോ അതോ മനുഷ്യനുണ്ടാക്കുന്ന സ്വയംകൃത അനർത്ഥമാണോ? ഭൗമശാസ്ത്ര പഠന കേന്ദ്രം സീനിയർ സയൻറ്റിസ്റ്റ് ശ്രീ ജോൺ മത്തായി, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം ഈ ദുരിതം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ഈ വികസനം ഇങ്ങനെ തന്നെ നടക്കണം എന്ന് ശഠിക്കുന്നവർ എല്ലാവരും ഈ ചർച്ചയിൽ ഭാഗമാകുന്നു. സ്വാഗതം എല്ലാവർക്കും. ഈ മഴക്കാലം കേരളത്തിൻ്റെ സമ്പൂർണ്ണ ദുരിത ചിത്രം. മണിക്കൂറിനിടെ ദുരന്തങ്ങളിൽ 13 മരണം. പുലർച്ചെ 5:30 റോഡിലേക്ക് ചെറിയ തോതിൽ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ റോഡിൽ കുടുങ്ങിപ്പോയ വഴിപോക്കരാണ് മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത്. ഒരു ബൈക്കും കാറും ജീപ്പും യാത്രക്കാർ സഹിതം ഒലിച്ചുപോയി മറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്ന വീടിരുന്ന അവശിഷ്ടങ്ങൾ ഏതുമില്ലാതെ രാവിലെ കാണാതാകുന്നു. വീടിന്റെ സുരക്ഷിതത്വത്തിൽ കിടന്നുറങ്ങിയ പാവങ്ങൾ ശരീരം പോലും വീണ്ടെടുക്കാനാവാതെ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരാകുന്നു. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ അധ്വാനങ്ങൾ ഒരു നിമിഷത്തെ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതാകുന്നു. ചില പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്നു. റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാകുന്നു. ആറുകളും പുഴകളും കരകവിഞ്ഞൊഴുകുന്നു. 60-ലേറെ ഡാമുകൾ തുറക്കേണ്ടി വരുന്നു. അണക്കെട്ടുകളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നു. വെള്ളം കയറി വരുന്നത് ഗ്രാമമെന്നോ നഗരമെന്നോ വികസിതമെന്നോ അവികസിതമെന്നോ വ്യത്യാസമില്ലാതെയാണ്. പുഴവക്കിൽ കിട്ടിയ പല മണിമന്ദിരങ്ങളിലും വെള്ളം കയറി. വിമാനത്താവളം പോലും അടച്ചിടേണ്ടി വന്നു. കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത് കഴുത്തൊപ്പം വെള്ളത്തിൽ നടന്നും നീന്തിയും ഓടി രക്ഷപ്പെടുന്നവർ സ്ഥിരം കാഴ്ചയായി. തോടും റോഡും ഓടയും സകലതും ഒന്നായി. കടലിനേക്കാൾ താഴ്ന്ന കുട്ടനാട് തങ്ങളുടെ ജലജീവിതത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. തലസ്ഥാനത്ത് വെള്ളത്തോടൊപ്പം മാലിന്യവും ഒഴുകിപ്പരന്നു. കൂടെ മാലിന്യം കൊണ്ടുവരുന്ന സകല അസുഖങ്ങളും ദുരിതങ്ങളും മരണവും. ഇടുക്കിയെ ദുരന്ത ഭൂമിയാക്കി മഴ തുടരുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും നാശം വിതച്ച ഇടുക്കിയിൽ മാത്രം 65% അധിക മഴ ലഭിച്ചു. കഴിഞ്ഞ 22 വർഷക്കാലത്തെ ഏറ്റവും ശക്തമായ മഴക്കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ശ്രീ ജോൺ മത്തായി, മഴയാണോ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം? ഇതിൻ്റെ കുഴപ്പക്കാരൻ മഴ മാത്രമല്ല. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗം ഒരിക്കലും ഒരു പട്ടണമാകാൻ ഒക്കില്ല. നമ്മൾ അതിനകത്ത് മാറ്റം ചെയ്യുമ്പോൾ ഈ മഴ പോലുള്ള മഴയോ ശക്തമായ ഭൂമികുലുക്കോ ആകാം. ഇത് മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വരും. പകുതിയിലധികം മനുഷ്യപ്രേരിതം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ CR നീലകണ്ഠൻ, വരൾച്ച വരുന്നു, കേരളം മരുഭൂമിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മഴ കൊണ്ട് ഒരു രക്ഷയില്ല. എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മളൊരിക്കലും മഴയുണ്ടാവില്ല, വെയിലുണ്ടാവില്ല എന്നൊന്നുമല്ല പറഞ്ഞിരുന്നത്. ഉരുൾപൊട്ടലുകളെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും കാണിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായി നീർച്ചാലുകൾ അടഞ്ഞു പോയതാണ് എന്ന് തന്നെയാണ്. ഏറ്റവും അധികം ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്ഥലമാണ് പശ്ചിമഘട്ടത്തിൻ്റെ സാമീപ്യം കൊണ്ട് കേരളം എന്നത് എത്ര പേർക്കറിയാം? അടിമാലിയിൽ 33 പേർ, 84 മുണ്ടക്കയിൽ 15, കൂരാച്ചുണ്ടിൽ 14, കുംഭപ്പാറയിൽ 30 പേർ, 92 കാപ്പിക്കളത്ത് 11, 2001 അമ്പൂരിയിൽ 38. കേരളം കണ്ട വലിയ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരണമടഞ്ഞ മനുഷ്യർ. മഴ കനക്കുമ്പോൾ ഒരു ഉരുൾപൊട്ടലെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഇടമായി കേരളം മാറിക്കഴിഞ്ഞു. പക്ഷേ അരനൂറ്റാണ്ടിന്റെ കണക്കെടുത്താൽ കേരളം ഉണ്ടായ കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി എന്നു കാണാം. ഉരുൾപൊട്ടലിന്റെ ദുരന്ത സാധ്യതയിലേക്ക് കേരളം നടന്നെടുക്കുന്നത് 1975 ശേഷമാണ്. പിന്നീടിങ്ങോട്ട് എല്ലാ കൊല്ലവും ദുരന്തം കൃഷിനാശവും ആൾനാശവുമായി കേരളത്തെ വിടാതെ പിന്തുടർന്നു.
ഭൂകമ്പ സാധ്യത കാരണം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് ഹിമാലയത്തിലാണ്. 2ാം സ്ഥാനം പശ്ചിമഘട്ടത്തിനാണ്. പക്ഷേ പശ്ചിമഘട്ടത്തിൽ ഭൂകമ്പമില്ലാതെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്നോർക്കണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഏരിയ മുഴുവൻ ഈ സോൺ 1 അല്ലെങ്കിൽ സോൺ 2 വന്നിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇത് അവരെ അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ പരാജയമല്ലേ? ഇതുവരെയുള്ള പഠനങ്ങൾ എവിടെ ഏത് മേഖലയിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. സർ, ഈ ആർജിച്ച വിജ്ഞാനം മുഴുവൻ നമ്മുടെ പേപ്പറുകളിൽ, നമ്മുടെ പഠന റിപ്പോർട്ടുകളിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ അറിവുകളെല്ലാം സാധാരണ മനുഷ്യരിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. ശാസ്ത്രജ്ഞരുടെ ഉത്തരവാദിത്വമല്ല ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. അത് സർക്കാർ മെഷീനറിയുടെ ഉത്തരവാദിത്വമാണ്. യഥാർത്ഥ വസ്തുതകൾ അത് യഥാർത്ഥമായി ജനങ്ങളെ അറിയിക്കുക. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ? ഗവൺമെൻറ്റുകൾ ഇത് പറയാതിരിക്കുന്നതിൻ്റെ കാര്യം, ഇത് പറഞ്ഞാൽ അവരുടെ വികസനം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് തടസ്സമുണ്ട്. ഒരു ചെറിയ ഡാമിൻ്റെ മലങ്കരയുടെയോ അല്ലെങ്കിൽ ഇടമലയാറിൻ്റെയോ ഷട്ടർ തുറന്നപ്പോൾ നെടുമ്പാശ്ശേരി മുങ്ങിയെങ്കിൽ ഞാൻ പറയുന്നു, ഇടുക്കിയിൽ നിന്ന് വെള്ളം തുറന്നു വിടേണ്ടി വന്നാൽ നെടുമ്പാശ്ശേരി മാത്രമല്ല കേരളത്തിൽ എവിടെയും മുങ്ങാം. വികസനവും ദുരന്തവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ നമുക്ക് അകമ്പുറത്തിലേക്ക് കുറച്ചുകൂടി അനുഭവങ്ങൾ ആവശ്യമായി വരികയാണ്. ക്ഷണിക്കുകയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ജോയ്സിനെ. സ്വാഗതം. ശ്രീ ജോയ്സ്, താങ്കൾക്ക് അറിയുമോ കേരളത്തിലെ പല ഭാഗങ്ങളും ഒരുപക്ഷെ ഇന്ത്യയിൽ 2ാമത്തെ ഏറ്റവും കൂടുതൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ ഒരു പാരിസ്ഥിതികമായ ലോലാവസ്ഥയെക്കുറിച്ചുമൊക്കെ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെ ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ ഒരു പരിധി വരെയുള്ള ബോധപൂർവ്വം. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതിയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും മാത്രം സംരക്ഷിക്കുകയും മനുഷ്യൻ്റെ താല്പര്യങ്ങളും അവൻ്റെ ഡെവലപ്മെൻറ്റൽ ആസ്പിറേഷൻസിലേക്ക് ഒഴിവാക്കി നിർത്താം. അതൊരിക്കലും ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അവകാശങ്ങൾക്ക് നല്ലൊരു കടന്നുകയറ്റമാണ് എന്നുള്ളൊരു തലത്തിലാണ് അതിനെ ഹരം. എവിടെ നമുക്ക് താമസിക്കാം, എവിടെ നമുക്ക് കൃഷി ചെയ്യാം, എവിടെ കൃഷി ചെയ്യാൻ പാടില്ല ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരുന്നു പണ്ടുള്ളവർ ചെയ്തിരുന്നത്. അല്ല, ഈ അടുത്ത കാലത്ത് 2009 വളരെ ആശാവഹമായൊരു പഠനം എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ അവതരിപ്പിച്ച് വലിയ സെമിനാറൊക്കെ നടത്തി എല്ലാവരെയും വിളിച്ച് കൂട്ടി എല്ലാവർക്കും അതിൻ്റെ CD കൊടുത്തു, റിപ്പോർട്ട് കൊടുത്തു, ഭൂപടം ആയിട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോഴും എന്നോട് ആൾക്കാർ അതെന്താ അന്നൊരു പഠനം നടത്തി ആ CD ഇങ്ങ് തന്നെ ഞാൻ ഈ കൊടുത്തവർ തന്നെ എന്നോട് ചോദിക്കുന്നത്. ഇത് എനിക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. മഴക്കാലത്ത് ഉരുൾ പൊട്ടുമ്പോൾ മാത്രമല്ല ഉരുൾപൊട്ടലിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഉരുൾപൊട്ടലിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട മഴ വരുന്നതിന് മുന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ അവർ ഇപ്പോഴുള്ള ഈ വികസന പരിപ്രേക്ഷ്യത്തെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുമെന്നാണ് ഒരു സാമാന്യ ബുദ്ധി വെച്ച് എനിക്ക് തോന്നുന്നത്. നിങ്ങളെപ്പോലുള്ള സംഘടനകളും ഒരുപക്ഷെ ഈ വിവരങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് തടയുകയാണ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. അത് മാത്രമല്ല, ഈ വിവരങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയും അത് ആളുകളുടെ ഇടയിൽ ആ തലത്തിൽ തന്നെ അത് ആളുകൾ സ്വീകരിക്കുകയും ആ തലത്തിൽ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എന്നിട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുമ്പോൾ ഇത് കൃഷിക്കാർക്കെതിരെയുള്ള എന്തൊരു ഗൂഢാലോചനയാണ് എന്ന് എങ്ങനെയാണ് ഹൈറേഞ്ചിൽ മുഴുവൻ അത്തരത്തിലൊരു പ്രചാരണം വരുന്നത്? ഗാഡ്ഗിലിൻ്റെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള റിപ്പോർട്ട്, പ്രത്യേകിച്ച് അതിനകത്ത് ഒരു പരിസ്ഥിതിയുടെ തീവ്രവാദത്തിൻ്റെ തലത്തിൽ നിന്നിട്ടുള്ള റിപ്പോർട്ടാണത്. വക്കീലെ, ഒറ്റ കാര്യം, ഈ ഗാഡ്ഗിൽ എന്ന് പറയുന്ന മനുഷ്യന് ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ കർഷകരോടും കൃഷിക്കാരോടും കർഷക തൊഴിലാളികളോടൊക്കെ എന്ത് വിരോധം? ഒരു വിരോധം ഉണ്ടാവില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ സമീപനത്തിൻ്റെതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൻ്റെ സമീപനമാണ് പ്രശ്നം. വികസനം എന്ന് പറയുന്നത് പാറമടകൾ ഉണ്ടാക്കുകയും നാട് നീളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവിടെ കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്നല്ല.